മമതാ ബാനർജിയുടെ വീട് വളഞ്ഞ് CID സംഘം. വ്യാജരേഖാ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ ഭാഗമാണ് മമതയുടെ വീട്ടിൽ SID സംഘം തിരച്ചിൽ നടത്തിയത്. പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷ നേതാവിനെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തൃണമൂൽ നൽകിയ കത്തിലെ ഒപ്പുകൾ വ്യാജമെന്ന പരാതിയിലാണ് CIDയുടെ അന്വേഷണം. പാർട്ടിയിലെ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്ന ഘട്ടത്തിലാണ് മമതയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി CID സംഘത്തിലെ നിർണായക നീക്കം. കാളിഘട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വനിതാ പോലീസുകാരടക്കമുള്ള വൻ പോലീസ് സന്നാഹവും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. 30B ഹരീഷ് ചാറ്റർജി സ്ട്രീറ്റിലുള്ള പാർട്ടിയുടെ കേന്ദ്ര ഓഫീസിൽ ഉച്ചയോടെയാണ് CID സംഘം എത്തിയതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റുള്ളവരുടെ ഒപ്പ് ശേഖരിച്ച് 30B ഹരീഷ് ചാറ്റർജി സ്ട്രീറ്റിലുള്ള പാർട്ടിയുടെ കേന്ദ്ര ഓഫീസിൽ വെച്ചാണെന്ന് അഭിഷേക് ബാനർജി പറഞ്ഞിരുന്നു. ഇതിന്റെ പരിശോധനയ്ക്കായി തങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് CID ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് NDTV റിപ്പോർട്ട് ചെയ്യുന്നു. 3 ID സംഘങ്ങളാണ് തിരച്ചിൽ നടത്തിയത്. ഒരു സംഘം മമതാ ബാനർജിയുടെ വസതിയിലും മറ്റൊരു സംഘം മമതയുടെ അനന്തരവനും MP-യുമായ അഭിഷേക് ബാനർജിയുടെ ഓഫീസിലും മൂന്നാമതൊരു സംഘം അഭിഷേക് ബാനർജിയുടെ വസതിയിലുമാണ് പരിശോധന നടത്തിയത്. നിയമസഭാ പ്രതിപക്ഷ നേതാവായി ശോഭൻ ദേവ് ചട്ടോപാധ്യായയെ തിരഞ്ഞെടുത്തതായി ചൂണ്ടിക്കാട്ടി സ്പീക്കർക്ക് നൽകിയ കത്തിൽ തൃണമൂൽ അപേക്ഷകരുടെ ഒപ്പുകൾ ഉണ്ടായിരുന്നു. ഇത് തങ്ങളുടെ അറിവില്ലാതെ വ്യാജമായി നിർമ്മിച്ചതെന്നായിരുന്നു താരങ്ങൾ പറഞ്ഞത്. തുടർന്ന് ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി വിമതസ്ഥർ നിയോഗിക്കുകയായിരുന്നു. കത്തിലെ ഒപ്പുമായി ബന്ധപ്പെട്ട തൃണമൂൽ കോൺഫറൻസിലെ മുൻ അംഗമായ ഋതബ്രത ബാനർജിയും സന്ദീപൻ സാഹയും സ്പീക്കർക്കും പരാതിയെ തുടർന്നാണ് ED അന്വേഷണത്തിലേക്ക് എത്തിച്ചത്. അതേസമയം പശ്ചിമ ബംഗാൾ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചു. നിയമസഭാ അംഗങ്ങളുടെ വ്യാജ ഒപ്പ് കേസിൽ തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയെ ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിനായി പശ്ചിമ ബംഗാൾ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വിളിച്ചു വരുത്തി. തിങ്കളാഴ്ച ഡൽഹിയിൽ നടന്ന ഇന്ത്യ ബ്ലോക്ക് യോഗത്തിൽ TMC ചെയർപേഴ്സൺ മമതാ ബാനർജിക്കൊപ്പം അഭിഷേക് ബാനർജിയും പങ്കെടുത്തു. അതേസമയം വ്യാജരേഖ ചമച്ചതായി ആരോപിച്ച വിമത TMC നിയമസഭാ അംഗ ഗ്രൂപ്പിന്റെ നേതാവ് ഋതബ്രത ബാനർജിയെ മുൻ കൊൽക്കത്ത മേയർ ഫിർഹാദ് ഹക്കീം കണ്ടു. ജൂൺ 1 അഭിഷേക് ബാനർജി ആദ്യം വിളിച്ചു വരുത്തി. പക്ഷേ അസുഖം ചൂണ്ടിക്കാട്ടി കൂടുതൽ സമയം തേടി. ജൂൺ 8 ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം ഹാജരായില്ല. എന്നിരുന്നാലും അദ്ദേഹം ശനിയാഴ്ച ഡൽഹിയിലേക്ക് പറന്നതായി ഞങ്ങൾ കണ്ടെത്തി. കാളിഘട്ടിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ അയച്ച മൂന്നാമത്തെ സമൻസ് അദ്ദേഹത്തിന് 24 മണിക്കൂർ മാത്രമേ നൽകുന്നുള്ളൂ. പേര് വെളിപ്പെടുത്തരുതെന്ന വ്യവസ്ഥയിൽ ഒരു സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ജൂൺ 3 പശ്ചിമ ബംഗാൾ നിയമസഭാ സ്പീക്കർ രതീന്ദ്രനാഥ് ബോസ് 294 അംഗ സഭയിൽ 58 വിമത TMC നിയമസഭാ അംഗങ്ങളെ പ്രധാന പ്രതിപക്ഷ ഗ്രൂപ്പായി അംഗീകരിച്ചു. ജൂൺ 1 മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നൽകിയ പരാതി തുടർന്ന് വ്യാജ ഒപ്പ് ചമച്ചതായി ആരോപിക്കപ്പെടുന്ന കേസിൽ CID അന്വേഷണം ആരംഭിച്ചതായി പറഞ്ഞതിനെ തുടർന്ന് ഋതബ്രതയെയും സന്ദീപൻ സഹായെയും TMCയിൽ നിന്നും പുറത്താക്കി. TMCയുടെ 80 സീറ്റുകൾക്കെതിരെ BJP 207 സീറ്റുകൾ നേടി 29 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വികസനം ഉണ്ടായത്. മെയ് 19 ശോഭൻ ദേവ് ചതോപാധ്യായയെ നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായി നാമനിർദ്ദേശം ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന പ്രമേയത്തിൽ നിരവധി TMC MLA-മാരുടെ ഒപ്പുകൾ വ്യാജമായി ഉണ്ടാക്കിയത് 2 MLA-മാരും ആരോപിച്ചു. തുടർന്ന് സ്പീക്കർ ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടു. അഭിഷേക് ബാനർജിയാണ് പ്രമേയം സ്പീക്കർക്ക് അയച്ചതെന്നതിനാൽ അദ്ദേഹം ഒരു പ്രധാന സംശയാസ്പദനാണ്. ഋതബ്രത, സന്ദീപൻ സാഹ എന്നിവർ ഇപ്പോൾ യഥാക്രമം പ്രതിപക്ഷ നേതാവും ഉപനേതാവുമാണ്. ഫിർഹാദ് ഹക്കീം ഉൾപ്പെടെ 22 നിയമസഭാ അംഗങ്ങൾ ഞായറാഴ്ച വരെ മൗനം പാലിച്ചിരുന്നു. തിങ്കളാഴ്ച ഹക്കീമും മറ്റൊരു നിയമസഭാ അംഗമായ ഷമീം അഹമ്മദും നിയമസഭ സന്ദർശിക്കുകയും LOPയുടെ നിയുക്ത ചേംബറിൽ ഋതബ്രതയെ കാണുകയും ചെയ്തു. വെള്ളിയാഴ്ച ഹക്കീം കൊൽക്കത്ത മേയർ സ്ഥാനം രാജിവെച്ചു. അഭിപ്രായങ്ങളൊന്നുമില്ല. മമതാ ബാനർജിയുടെ ഏറ്റവും അടുത്ത സഹായികളിൽ ഒരാളായി കണക്കാക്കപ്പെട്ടിരുന്ന ഹക്കീം നിയമസഭയിൽ നിന്നും പുറത്തു പോകുമ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അഹമ്മദ് മാധ്യമങ്ങളെ ഒഴിവാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.